ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് റീസെന്റ് റീഡ്സ് റെക്കമെൻഡേഷൻസും ആയിട്ടാണ്. സോ ഇതിൽ ഞാൻ ചില ബുക്സ് എക്സ്ക്ലൂഡ് ചെയ്യാണ്. ലൈക്ക് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് റിവ്യൂ ചെയ്ത കുറച്ച് ബുക്സിനെ പറ്റി ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം റിപ്പീറ്റഡ് ആയിട്ട് അതിനെ പറ്റി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി എല്ലാ ബുക്സിനെ പറ്റിയിട്ടും ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ചതിനെ പറ്റി ഇതിൽ മെൻഷൻ ചെയ്യും. സോ അതൊക്കെ ഞാനൊരു ലോ റേറ്റഡ് ടു ഹൈ റേറ്റഡ് ഓർഡറിലാണ് ഞാൻ അതിനെ പറ്റി പറയാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. The first book is Nothing More to Tell by Karen McManus. സോ ഈ ഓതറിൻ്റെ ബുക്സോ എനിക്ക് അത്രയും അങ്ങോട്ട് ഇമ്പാക്ട് ചെയ്യാറില്ല, കാരണം ഈ ഓതറിൻ്റെതാണ് വൺ ഓഫ് എസ് ഇസ് ലൈയിങ്. അപ്പോൾ അതും എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 2.5 സ്റ്റാർ റീഡാണ്. ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര വയ്യാണെങ്കിലും നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഭയങ്കര ടീനേജി ആയിട്ടുള്ള ഇറിറ്റേഷൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതില് പ്ലോട്ട് ട്വിസ്റ്റ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടമാവാത്തത് ഈ ഒരു ഓതറിന്റെ ബുക്സിൽ. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ബ്രിൻ. അവളൊരു ടീനേജർ ആണ്. അവള് ഐ തിങ്ക് ഹൈസ്കൂളിലാണ്. സോ അവള് കുറച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാണ്. അവൾക്ക് ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹം. സോ അവൾക്ക് ഇപ്പോൾ കോളേജിലേക്കൊക്കെ പോകേണ്ട സമയമായി. സോ ഷീസ് അപ്ലൈയിങ് ഫോർ ഇന്റർവ്യൂസ്. അപ്പോൾ അവളുടെ ആ ഒരു എന്താ പറയുക, അവളുടെ ആ ഒരു എഡ്യൂക്കേഷനിൽ കുറച്ച് ക്രൈസിസ് നേരിടുന്ന ഒരു സമയത്താണ് അവൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. സോ അവളുടെ ഒരു ലാസ്റ്റ് കച്ചിത്തുരുമ്പായിട്ടാണ് അവൾ അതിന് പോണത്. പോയി കഴിയുമ്പോൾ ഇന്റർവ്യൂവറിനെ കുറച്ച് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ പഴയ സ്കൂളിൽ സംഭവിച്ച ഒരു മർഡർ കേസിനെ പറ്റി സംസാരിക്കും. സോ വിച്ച് ഈസ് അവളുടെ ഒരു ഫേവറേറ്റ് ടീച്ചർ ലാസ്റ്റ് ഇയർ കൊല്ലപ്പെടും. ആൻഡ് ആ മർഡർ നടന്ന ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നത് 3 ആൾക്കാരാണ്, അവളുടെ ക്ലാസ്മേറ്റ്സ്. അതിൽ ഒരാൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടാണ്. സോ അവൾ ഈ ഒരു കേസ് ഈ ഒരു ഷോക്ക് വേണ്ടിയിട്ട് അവൾ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറയണം. സോ സിമിലർ ടു ഗുഡ് ഗേൾ ഗൈഡ് ടു മർഡർ. ബട്ട് ഗുഡ് ഗേൾ ഗൈഡ് ടു മർഡറിൽ മെയിൻ നറേറ്റർ ഇത് ചെയ്യുന്നതിന് കുറച്ചൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. ബട്ട് ഇതിൽ എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ടിവിറ്റി അത്രയും ഫീൽ ചെയ്തില്ല, കാരണം മെയിൻ ക്യാരക്ടർ പറയുന്നത് അവളുടെ ഫേവറേറ്റ് ടീച്ചർ ആയിരുന്നു മരണപ്പെട്ടതെന്നാണ്. ബട്ട് എനിക്കത് അത്രയും എന്താ പറയുക കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല, കാരണം അത് ഒരുപാട് ഡീപ്പ് എലമെന്റ്സ് അവർ തമ്മിലുള്ള ആ ബന്ധത്തിനെ പറ്റിയിട്ടുള്ള ഡീപ്പ് തിങ്സ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് എന്തോ അത് ഇത്രയും കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഇതിലെ പ്ലോട്ട് ട്വിസ്റ്റ്, ഒരുപാട് പ്ലോട്ട് ട്വിസ്റ്റുകളുണ്ട്. ബട്ട് സം ഓഫ് ദം നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. ബട്ട് ഇതിലെ ഒരു മെയിൻ പ്ലോട്ട് ട്വിസ്റ്റ് ഞാനിങ്ങനെ ഒരു മൈൽസ് ദൂരത്ത് നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അതാണ് ഈ ഒരു ത്രില്ലേഴ്സിന്റെ പ്രശ്നം. ലൈക്ക് പെട്ടെന്ന് ഈസിലി പ്രഡിക്റ്റബിൾ ആണ്, കാരണം ഞാൻ ഒരുപാട് ത്രില്ലർ വായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഈസിലി കാണാൻ പറ്റും ഇതിങ്ങനെയൊക്കെ. കാരണം ഓതർ ചില ക്യാരക്ടേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ എഴുതും, ബട്ട് എന്നാലും ബാക്കി സൈഡ് ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ തന്നെ മനസ്സിലാവും ആ ക്യാരക്ടറിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ത്രില്ലർ ആയിരുന്നു. ഞാനൊരു എൻഡിലെത്തിയപ്പോ, ലൈക്ക് ഒരു പ്ലോട്ട് ട്വിസ്റ്റ് മാറ്റർ ചെയ്യുന്ന ഒരു എൻഡിലെത്തിയപ്പോ എനിക്ക് ഐ വാസ് ലൈക്ക് I don't care anymore. I don't care about the characters. I don't care what is the plot twist. സോ അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ബുക്ക്. അതുകൊണ്ടാണ് ആ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ 2.5 സ്റ്റാർ കൊടുത്തത്. ബട്ട് ഈ ഒരു ഓത്തറിന്റെ കോൺസെപ്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡിഫറെന്റ് ഐഡിയ ആയിട്ടാണ് ഈ ഒരു ത്രില്ലേഴ്സ് എഴുതാറ്. സോ ആ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് പിക്ക് ചെയ്തത്. The next book I'm going to talk about is The Yellow Wallpaper. ഇത് ഒരു ക്ലാസിക് ബുക്കാണ്. ലൈക്ക് 34 പേജസ് ഉള്ളൂ, പെട്ടെന്ന് വായിക്കാം. ഇത് ഭയങ്കര മീനിങ് ഫുൾ ബുക്കാണ്. പക്ഷെ എന്താ പറയാ, 34 പേജസ് ഉള്ളൂ. സോ അതിൽ എത്രത്തോളം ഒരാളെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനീഷ്യലി ഞാൻ ഇത് വായിച്ച സമയത്ത് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇതിനെ പറ്റി കുറച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലായത്. സോ ഇതിലെ മെയിൻ ക്യാരക്ടറിന് ഫീൽ ചെയ്യാണ് ലൈക്ക് അവളുടെ റൂമിലുള്ള വാൾ പേപ്പറിന്റെ ഉള്ളിൽ നിന്ന് ഒരു വുമൺ എത്തി നോക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ഉണ്ട് എന്ന്. ലൈക്ക് ഷീസ് ഫീലിംഗ് ലൈക്ക് അവിടുന്ന് ആരോ എത്തി നോക്കുന്നുണ്ട് എന്ന് അവളെ ബോദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ജോൺ എന്ന് പറയുന്ന ഒരാളോട് അവളിതിങ്ങനെ അവളുടെ ഈ ഒരു കൺസേൺ എപ്പോഴും പറയും. ലൈക്ക് എനിക്ക് അവിടെ ഐ എം സ്കെയർഡ്, ലൈക്ക് ആരോ എത്തി നോക്കുന്നുണ്ട് ആൻഡ് ഷീസ് ട്രാപ്ഡ് അങ്ങനെയൊക്കെ പറയും.
സോ ബട്ട് ജോൺ ഇസ് ലൈക്ക് ഇതൊക്കെ നിന്റെ ഇല്യൂഷൻ ആണ്, നിന്റെ തലയിൽ സംഭവിക്കുന്നതാണ്, അല്ലാതെ റിയൽ അല്ല എന്നിങ്ങനെ എപ്പോഴും അവളോട് ഇങ്ങനെ പറയും. അതാണ് സ്റ്റോറി വരുന്നത്. ബട്ട് ദെൻ ഞാൻ കുറച്ച് അതിനെപ്പറ്റി റെഫർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബുക്ക് ഇംപ്ലൈ ചെയ്യുന്നത് വുമൺ സപ്രഷൻ ആണ്. എങ്ങനെയാണ് ഓരോ മേഖലകളിലും സ്ത്രീകളെ സപ്രസ് ആകുന്നത്, അതുപോലെ ഒരു മാരേജിൽ തന്നെ എത്രത്തോളം വുമൺ സപ്രഷൻ നേരിടുന്നുണ്ട്. അപ്പൊ അവൾ ആ ഒരു വേൾഡ് ട്രാപ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. വിമൻ ട്രാപ്ഡ് ആണ് ഒരു വേൾഡ് ആൻഡ് ദേ കാൻ കം ഔട്ട് ഓഫ് ഇറ്റ് ചില സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ട, അപ്പൊ അവളെ തന്നെയാണ് അവൾ അതിൽ കാണുന്നത്. അപ്പൊ അവൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിൽ നിന്ന് ഫ്രീഡമാണ്. സോ അതാണ് ഈ ബുക്കിൽ ഒരുപാട് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പിക്ക് ദിസ് വൺ. ഇറ്റ്സ് എ 3-star read for me. The next book I'm going to talk about is All This Time. All This Time ഒരു cozy romance കോണ്ടംപററി ഫിക്ഷൻ എന്നൊക്കെ പറയാം. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് കൈലി ആൻഡ് ഹിസ് ഗേൾ ഫ്രണ്ട് കിംബർലി. അവര് ചെറുപ്പം തൊട്ടേ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ലൈക്ക് തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ആൻഡ് അവര് ഭയങ്കര നല്ലൊരു പെർഫെക്റ്റ് കപ്പിളാണ്. ലൈക്ക് അവർക്ക് രണ്ടുപേരും ഇല്ലാതെ ജീവിക്കാൻ പോലും അറിയില്ല, കാരണം അത്രയും കാലം ഒരുമിച്ചായതുകൊണ്ട് തന്നെ. സോ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പൊ ഇതിപ്പോ അവരുടെ ഒരു ഗ്രാജുവേഷൻ ആണ്. ലൈക്ക് അവരൊക്കെ കോളേജിലേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കിംബർലി വന്നിട്ട് കൈലിനോട് പറയുന്നത് ലൈക്ക് എനിക്ക് ബ്രേക്കപ്പ് ആവണം, ഐ നീഡ് എ ബ്രേക്ക് ഫ്രം ദിസ് റിലേഷൻഷിപ്പ്. കാരണം ഇത്രയും കാലം നമ്മൾ ഒപ്പായിരുന്നു, അപ്പൊ എൻ്റെ ഒരു ഐഡന്റിറ്റി എനിക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സോ എനിക്ക് നിന്നിൽ നിന്ന് അകന്നു നിന്നാലേ എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ബ്രേക്കപ്പ് ആവണം. ഐ നോ സില്ലി റീസൺ, ബട്ട് അങ്ങനെയാണ് ബ്രേക്കപ്പ് ആവുന്നത്. ബ്രേക്കപ്പ് ആവുന്ന ആ ഒരു സമയത്ത് കൈലി ഇത് പെട്ടെന്ന് കുറച്ച് ഇമോഷണലി എടുക്കും. അപ്പൊ കൈലി പെട്ടെന്ന് പോയിട്ട് കാറിൽ കയറും. അപ്പോൾ കിംബർലി ഫോളോ ചെയ്യും. അങ്ങനെ രണ്ടുപേരും കാറിൽ പോയി ഈ ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രക്ക് വന്ന് ഇടിക്കും. അങ്ങനെ ആക്സിഡന്റ് ആവും. ആക്സിഡന്റ് ആയിട്ട് പിന്നെ കൈലി എണീക്കുന്നത് ഹോസ്പിറ്റൽ ബെഡിലാണ്. അങ്ങനെ എണീക്കുന്ന സമയത്താണ് അവന് മനസ്സിലാവുന്നത് കിംബർലി മരിക്കുന്നു. ആൻഡ് ദെൻ ഫുൾ ഗ്രീഫാണ്. കാരണം അവളില്ലാതെ ഉള്ളൊരു ലൈഫ് അവനെ അറിയ പോലുമില്ല, എങ്ങനെയാ അങ്ങനെ ജീവിക്കേണ്ടത്. കാരണം അവർക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ രണ്ടുപേരും ഇങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ട് അവന് വേറൊരു ഫ്രണ്ട് ഇല്ല. അപ്പോൾ അവരോട് എങ്ങനെ ഇടപഴകേണ്ടെന്ന് പോലും നന്നായിട്ട് അറിയില്ല. അങ്ങനെ ആ ഒരു ഗ്രീഫ് ടൈമിലാണ് പുതിയൊരു ക്യാരക്ടർ വരുന്നത്. അവളുടെ പേരാണ് മാർലി. സോ അവളും ഇതുപോലെ അവളുടെ ഒരു സിസ്റ്ററിനെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഗ്രീഫ് ടൈമിലാണ് ഉള്ളത്. സോ രണ്ടുപേർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അവനെ ഒരുപാട് ഹീൽ ചെയ്യാൻ അവൾ സഹായിക്കും. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി രണ്ടുപേരുടെയും ഷോൾഡർ ആയിട്ട് മാറും. സോ അതാണ് ഈ സ്റ്റോറിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു റൊമാൻസ് സ്റ്റോറിയാണ്. നടുവില് ഒരു ഹാഫ് വേ ആയപ്പോ നല്ലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ അതായിരുന്നു എൻ്റെ ഈ ഒരു ബുക്കിലെ കുറച്ചൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ആൻഡ് ദെൻ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ കോസി റീഡ്, ജസ്റ്റ് വൺ ടൈം റീഡ്, അത്രേ ഉള്ളൂ. സോ ഇഫ് യു ലവ് ദ premise then definitely pick this one. The next book I'm going to talk about is Lone Woman by Victor Lavalle. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ഹൊറർ ജോൺറയിൽ വരുന്ന ഒരു ബുക്കാണ്. സോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ എറയിലാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ആഡലൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെയിൻ ക്യാരക്ടറിന്റെ ഫാദറും മദറും മരിച്ചിട്ടുണ്ടാവും. സോ അവരുടെ ബോഡി അവളുടെ അടുത്തുണ്ടാവും. അപ്പൊ അവള് അതിനെ കവർ ചെയ്തതിന് ശേഷം അവളുടെ വീടിന് തീ കൊളുത്തിട്ട് അവളുടെ ബിലോങ്ങിങ്സുമായിട്ട് ഇറങ്ങും. ആൻഡ് ദെൻ ഷീ ഈസ് മൂവിങ് ടു അനദർ ടൗൺ. അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നൊക്കെയുള്ള പോലെ. ബട്ട് ഇതില് നമുക്ക് നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ലൈക്ക് അവൾക്ക് എന്തോ ഒരു മിസ്റ്റീരിയസ് പാസ്റ്റ് ഉണ്ട്. കാരണം എന്താണ് അവളുടെ ഫാദറിനും മദറിനും സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ആൻഡ് ദെൻ അവളുടെ കയ്യിലുള്ളത് ഒരു ട്രങ്കാണ്, ഒരു ഹെവി ആയിട്ടുള്ള ട്രങ്ക്. കാരണം എപ്പോഴും അവൾ ഭയങ്കര കോൺഷ്യസ് ആണ്. ആ ട്രങ്ക് ആരെങ്കിലും തുറക്കുവോ, ആ ട്രങ്ക് ആരെങ്കിലും എന്തെങ്കിലും എടുക്കുവോ, കാരണം സ്റ്റീൽ ചെയ്യാൻ ശ്രമിക്കുവോ, ആരെങ്കിലും അത് തുറക്കുവോ, അങ്ങനെ ഭയങ്കര കൺസേൺഡ് ആണ് അവൾ ആ ട്രങ്കിനെ പറ്റിയിട്ട്. നമുക്കും അറിയില്ല എന്താ ട്രങ്കിലുള്ളതെന്ന്. സോ നമുക്കും ആ ഒരു മിസ്റ്റീരിയസ് ട്രങ്കിനെ പറ്റി നമ്മളും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ആൻഡ് ദെൻ ഫസ്റ്റ് ഹാഫ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിവീൽ കിട്ടുന്നുണ്ട് എന്താണ് ആ ട്രങ്കിലുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു വാ ബ്യൂട്ടിഫുൾ, എന്താ അടിപൊളി, നല്ലൊരു ഹൊറർ എലമെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ബട്ട് ദെൻ ആ ഒരു ഫോക്കസ് പെട്ടെന്ന് മാറും. ആൻഡ് ദെൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ ക്യാരക്ടറും പുതിയ ടൗണിൽ
ആണല്ലോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് നൈബേഴ്സ് അവളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഒരു ന്യൂ ഗേൾ അല്ലേ. സോ അവർക്ക് അവരെ എങ്ങനെയെങ്കിലും അവളിലോട്ട് അടുപ്പിക്കണം. സോ അവൾ അങ്ങനത്തെ കുറച്ച് ട്രൈയിങ്ങിലായിരുന്നു, ലൈക്ക് അവൾ അതിലായിരുന്നു കൂടുതൽ കൺസേൺഡ് റാദർ ദാൻ ഈ ഹൊറർ എലമെന്റ്. അപ്പൊ ആ ഹൊറർ എലമെന്റിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് എൻജോയ്ഡ് ഇറ്റ്. ദെൻ ലാസ്റ്റില് കുറച്ചും കൂടെ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഈ ഒരു ഹൊറർ എലമെന്റ് വരുന്നുണ്ട്. ബട്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഐ വാസ് ലൈക്ക് tired of it. Initial കുറച്ച് ഇതില് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബുക്കായിരുന്നു, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് 3 star read for me. So the next book I am going to talk about is Tom Lake. ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി വായിച്ചൊരു ബുക്കാണിത്, ബട്ട് നോട്ട് എ ഡിസപ്പോയിന്റിങ് റീഡ്. ഇറ്റ്സ് എൻ ആവറേജ് കോസി റീഡ്. സോ ഇതിലെനിക്ക് ഒരുപാട് ഇഷ്ടമായത് എന്താണെന്ന് അറിയോ, ഇതിൽ ആ റൈറ്റിംഗ് ആണ്. ലൈക്ക് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് ആ ഒരു സ്ഥലത്തിനെ വിവരിച്ചത് എന്നുള്ളതാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഫാമിലിനെ. സോ ആ ഫാമിലി താമസിക്കുന്നത് ഈ ടോം ലേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. സോ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി കിട്ടുന്നുണ്ട്. ലൈക്ക് അവരുടെ ചെറി ട്രീസ്, ആ ഒരു ഗ്രീനറി, ആ ഒരു സീനറി ഒക്കെ നന്നായിട്ട് വിവരിക്കുന്ന കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ഒരു കോസി ഫീൽ ആയിരുന്നു കേട്ടോ. അത്രയും ഓദർ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ ഈ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഫാമിലി, ഇതൊരു പാൻഡമിക് സമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയതാണ്. സോ കോവിഡ് സമയത്ത് എല്ലാ ഫാമിലിയിലും ഉണ്ടായ ഒരു കാര്യമായിരിക്കും. സോ ഈ ഒരു ഫാമിലിയില് 3 പെൺകുട്ടികളാണ്. 3 പേരും ഒരു 20s ഏജുള്ള 3 പേരാണ്. സോ ഈ മക്കളിങ്ങനെ അവരുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഒരു ഹീറോ, ഒരു ഫിലിം ആക്ടറിനെ പറ്റിയിട്ട് സൂചിപ്പിക്കും. സോ അവർക്ക് ഭയങ്കര ഒബ്സസ്ഡ് ആണ് അവർ ഈ ഒരു ഫിലിം ആക്ടറിനായിട്ട്. സോ അതിനെ പറ്റി പറയുന്ന സമയത്താണ് അവരുടെ ഫാദർ പറയും, ലൈക്ക് യുവർ മദർ ഡേറ്റഡ് ഹിം. സോ അവര് വാട്ട് റിയലി അവർ ഭയങ്കര ഇതാണ്, ലൈക്ക് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഈ ഒരു കാര്യം എന്നുള്ള രീതിയിൽ. സോ അവര് മദറിനോട് ഇതിനെപ്പറ്റി ചോദിക്കണം. അപ്പോൾ മദർ ടീനേജ് സമയത്ത് കുറച്ച് ഫിലിമിലൊക്കെ അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ അവളുടെ ഈ ഒരു ഹസ്ബൻഡിന് കല്യാണം കഴിച്ചിട്ട് അവൾ ഈ ടോം ലേക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. സോ അതുവരെയുള്ള ആ ഒരു കാലം മക്കൾക്ക് അറിയില്ല. സോ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സ്റ്റോറി. സോ ഇതിലെനിക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒറ്റ സ്ട്രെച്ചിലാണ് വായിച്ചത്. പക്ഷെ ഞാനിത് ടൈം എടുത്ത് മെല്ലെ 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 വായിച്ചിരുന്നെങ്കിൽ മേ ബി ബ്യൂട്ടിഫുൾ ആയിരുന്നേ. കാരണം അത്രയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനായിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇതിലെനിക്ക് ഇഷ്ടമാവാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പേജിൽ തന്നെ ചിലപ്പോൾ കഥ പറയുന്നുണ്ടാവും, അതിന് പെട്ടെന്ന് മക്കൾ ഇത് ഇന്റർഫിയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രസന്റ് ഭാഗം ഉണ്ടാവും. സോ അതിങ്ങനെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നെ. ആ ഒരു കാര്യം എനിക്കൊരു ഇതായിട്ട് തോന്നി റൈറ്റിങ്ങിൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് വാസ് സോ ബ്യൂട്ടിഫുൾ. ലൈക്ക് ആ ഒരു സ്റ്റോറി പറയുമ്പോൾ മക്കളുടെ ആ ഒരു എന്താ പറയാ കമന്റ്സും, ഫിലിം സ്റ്റാറിനെ പറ്റിയിട്ട് ചിലപ്പോൾ മദർ എന്തെങ്കിലും ബാഡ് കാര്യം പറയുമ്പോൾ മക്കൾ കയറി ഇന്റർഫിയർ ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പം നിങ്ങളിത് വായിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഡെയിലി വായിച്ചിട്ട് എൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് വരുന്നുണ്ട്, ചെറിയ ട്വിസ്റ്റ്. റീഡേഴ്സിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്ക് എന്തൊക്കെ റിവീൽ ചെയ്യണം എന്ന് ഓദറിന് നന്നായിട്ട് അറിയുന്ന പോലെ എനിക്ക് തോന്നി. സോ അങ്ങനെ ഒരു റീഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിക്ക് ദിസ് ബുക്ക്. The next book I am going to talk about is The Four Winds. അപ്പോൾ ഇത് ക്രിസ്റ്റ്യൻ ഹാനയുടെ ഒരു ബുക്കാണ്. ക്രിസ്റ്റ്യൻ ഹാന കൂടുതലും നമ്മുടെ വേൾഡിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് എപ്പോഴും എഴുതാറ്. സോ ഇതിൽ എഴുതിയിരിക്കുന്നത് ഡിപ്രഷൻ. അപ്പോൾ ഒരു കാലത്ത് ടെക്സസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സംഭവിച്ച ഡിപ്രഷൻ, ലൈക്ക് ഡ്രോട്ട്, 6 വർഷം നീണ്ടു നിന്ന ഒരു വരൾച്ച. അതിന് അവർ ഡസ്റ്റ് ബൗൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബിക്കോസ് ആ ഒരു സമയത്ത് അവിടെ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് പേര് മരിച്ചിരുന്നു ആ ഒരു സമയത്ത്. കാരണം ആൾക്കാർക്ക് ഈ പൊടി കാരണം ടൈഫോയിഡും ന്യൂമോണിയ ഒക്കെ വന്നിട്ട്. സോ അതിനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടർ എൽസ
ഭയങ്കര ഭയങ്കര നൈവായിട്ടുള്ള ഒരു ലേഡിയാണ്, ഭയങ്കര പാവം പിടിച്ചൊരു പെൺകുട്ടിയാണ്. ആൻഡ് ത്രൂ ഔട്ട് ഹർ ലൈഫ് അവൾ വിചാരിച്ചിരുന്നു അവൾ ബ്രേവ് അല്ല, അവൾക്ക് ബ്രേവ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവൾ ബ്രേവ് അല്ല. ബട്ട് എത്രത്തോളം അവൾ ബ്രേവ് ആണെന്ന് കാണിച്ചു തരുന്നൊരു ബുക്കാണിത്. എൽസയുടെ ലൈഫ് പറയുകയാണെങ്കിൽ എൽസയുടെ ഫാദറും മദറിൻ്റെയൊന്നും അവൾക്കൊരു സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല. എൽസനെ എപ്പോഴും അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. ലൈക്ക് നിന്നെ ആര് കല്യാണം കഴിക്കാനാ, സോ ആ ഒരു രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൽസ ഒരു ദിവസം രാത്രി റിബൽ ചെയ്തിട്ട് പുറത്തു പോകുമ്പോൾ അവളിങ്ങനെ ആളെ കാണും, ഇങ്ങനെ ആളായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആവും. അങ്ങനെ അവൾ പ്രഗ്നന്റ് ആവാണ്. അങ്ങനെ അവളുടെ ഫാദറും മദറും അവളെ ഈ പയ്യന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറയും ലൈക്ക് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകള് വേണ്ട എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ അവൾ ഈ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിൻ്റെക്ക് നിന്നാണ് അവൾ ആ ഒരു സ്നേഹം എന്താണെന്ന് അറിയുന്നത്. പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി കംപ്ലീറ്റ്ലി ഫാമേഴ്സ് ആണ്, അവരുടെ ജനറേഷൻ ത്രൂ ഫാമേഴ്സ് ആണ്. സോ അവൾ ആ ഒരു കാര്യം അവളെ ഏറ്റെടുക്കും. ആൻഡ് അവള് അതിൽ ഭയങ്കരമായിട്ട് അവളത് എൻജോയ് ചെയ്യുകയും ചെയ്യും. കാരണം ആ ഒരു ഫാമിങ്ങും ആ ഒരു പ്രൊസീജിയറൊക്കെ അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ടൈമാണ് അവൾക്ക് ലൈഫിലൊരു ഗോൾ ഒക്കെ വരുന്നത്. അങ്ങനെ ദെൻ ആണ് ഈ ഒരു ഡ്രോട്ട് വരുന്നത്. ആൻഡ് ഡ്രോട്ട് വരുമ്പോൾ അവരുടെ ആ ഒരു ടെക്സസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരുപാട് ആൾക്കാർ മൂവ് ചെയ്യൽ തുടങ്ങും, വേറെ നെയ്ബറിങ് ടൗണിലോട്ടും സ്ഥലത്തോട്ടൊക്കെ മാറൽ തുടങ്ങും. ബട്ട് ഇവരുടെ ആ ഒരു ഫാമിലി ഇവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ലൈക്ക് അവളുടെ ആ ഒരു ഹോം ലാൻഡ് വിട്ട് അവൾക്ക് പോകണ്ടെന്ന്. അപ്പോൾ അവള് കുറെ വാശിയിൽ അവള് മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ അവിടെ സ്റ്റേ ചെയ്യാൻ ശ്രമിക്കും. അവളുടെ ചെറിയ മകൻക്കൊരു ടൈഫോയിഡ് വരും. ആൻഡ് ദെൻ അവൾക്ക് പിന്നെ വേറെ വഴിയൊന്നും ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവൾ എങ്ങനെ ആയാലും അവൾ പോകേണ്ടി വരും. ആൻഡ് ദെൻ അവിടെയും അവരെ സ്ലേവ്സ് ആയിട്ടാണ് അവിടെ ഉള്ളവർ കാണുന്നത്. കാരണം മറ്റുള്ള നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ, കുടികയറി വരുന്നത് കൊണ്ട് തന്നെ അവരെ സ്ലേവ്സ് ആയിട്ടായിരിക്കും അവിടെ ഉള്ളവർ ട്രീറ്റ് ചെയ്യുക. പിന്നെ ജോബില്ല, പൈസ ഇല്ല, ലൈക്ക് ഒരുപാട് സ്ട്രഗിൾ അവളുടെ വേല് വരുമ്പോഴും ലൈക്ക് ആസ് എ ബ്രേവ് ക്യാരക്ടർ ഷീ stood until the end as a woman, as a single parent. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവൾ ആ ലാസ്റ്റ് വരെ അവൾ പിടിച്ചു നിൽക്കുന്ന ആ ഒരു ബ്രേവിൻ്റെ കഥയാണിത്. സോ ഇറ്റ് വാസ് സോ മച്ച് ഇമ്പാക്റ്റിംഗ് ഫോർ മീ. ഐ റിയലി എൻജോയ്ഡ് ദിസ് ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇറ്റ് വാസ് എ 4-star റീഡ് ഫോർ മീ. സോ ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. Next book I am going to talk about is Uzumaki. Uzumaki ഒരു ഗ്രാഫിക് നോവൽ സീരീസ് ആണ്. സോ നിങ്ങൾ വായിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് നോവൽസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം പിക്ചേഴ്സ് ആണ് അതിൽ കൂടുതലും, ഇല്ലസ്ട്രേറ്റഡ് പിക്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ മറിച്ച് നമ്മൾ ബാലരമൊക്കെ വായിക്കുന്ന പോലെ നിങ്ങൾക്ക് വായിക്കാം. ആൻഡ് ഇതൊരു ഹൊറർ ഗ്രാഫിക് നോവലാണ്. സോ ഇതിൽ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ടൗണിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ആ ടൗണിൽ സ്പൈറൽ എന്ന് പറഞ്ഞൊരു ഷേപ്പില്ലേ, അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തല കറങ്ങുമല്ലോ. അവിടെയുള്ള ആൾക്കാർ ഈ ഒരു സ്പൈറൽ ഷേപ്പുമായിട്ട് ഫാസിനേറ്റഡ് ആവുകയാണ്. സോ ഇതൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ലൈക്ക് ഓരോ ഫാമിലിയിലും സംഭവിക്കുന്നത് ഓരോ ഷോർട്ട് സ്റ്റോറി ആയിട്ട് ഓരോ ബുക്കിൽ. സോ ഇതിന് 3 വോള്യൂംസ് ആണുള്ളത്. 3 നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റും. അപ്പോൾ ചില സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഈറി, വിയർഡ്, ഗ്രോസ് ഒക്കെ ആയിട്ട് തോന്നി. പീപ്പിൾ, ആ ഒരു ടൗണിലുള്ള പീപ്പിൾ ആർ ഗോയിങ് ഇൻസെയിൻ. ഐബോൾസിലുള്ള വീൻസ് കാണുമ്പോൾ, പിന്നെ അതുപോലെ മുടിയിലുള്ള കേള് കാണുമ്പോഴൊക്കെ അവർ ഇൻസെയിൻ ആവുമായിരുന്നു. വായിക്കുമ്പോൾ ഭയങ്കര ആ ഒരു ഹൊറർ ഫീൽ ഉണ്ടായിരുന്നു. ഡീറ്റെയിലിംഗ് ഉള്ള ഗ്രാഫിക് നോവലാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതിൽ ആർട്ട് വർക്ക്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി ഫീൽ ചെയ്യും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഡിസ്റ്റർബിംഗ് ബുക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. മാഡ് ഹണി ഒരു ലിറ്ററേച്ചർ ഫിക്ഷൻ ആണ്. ബട്ട് ഇതിലൊരു മിസ്റ്ററി ഉണ്ട്, ഒരു അണ്ടർലൈൻ മിസ്റ്ററി ഉണ്ട്. ഇതിലെ മെയിൻ ക്യാരക്ടർ ഒലീവിയ ഒരു ബീ കീപ്പറാണ്. സോ ആ ഒരു ജോബ് എനിക്ക് ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് തോന്നി. കാരണം ബീസിൻ്റെ സൈക്കോളജി ഒരുപാട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് എങ്ങനെയാണ് അവർ ഒരു ഹൈവിൽ നിന്ന് അടുത്ത ഹൈവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ അവൾ ഓരോ ഹൈവിലെ ക്യൂൻസിനെ അവൾ ഓരോ പേര് വിളിക്കും. സോ ടോട്ടലി ആ ഒരു ബീനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അവളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളും അവൾ എപ്പോഴും ഈ ബീസുമായിട്ട് കമ്പയർ ചെയ്യും. ലൈക്ക് ആ ഒരു സിറ്റുവേഷനിൽ ബീസ് എന്തായിരിക്കും ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ ഒലീവിയയുടെ സണ്ണിൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു സിറ്റുവേഷനിൽ, ഒരു എന്താ പറയുക, ഒരു സംശയാസ്പദമായ ഒരു സിറ്റുവേഷനിൽ ഈ ഗേൾ ഫ്രണ്ട് മരിക്കും. മെയിൻ സസ്പെക്റ്റ് ആയിട്ട് അവളുടെ സണ്ണിനെയാണ് അറസ്റ്റ് ചെയ്യുക. കാരണം അതങ്ങനെയാണല്ലോ. ആൻഡ് ദെൻ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും
തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ കുറച്ചൊരു ആർഗ്യുമെന്റിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ഓഫ് കോഴ്സ് ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ്, ലാസ്റ്റ് കോൾ എല്ലാം ഇവനായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ സസ്പെക്ട് ആയിട്ട് ഈ ഒലിവിയയുടെ സണ്ണിനെയാണ് അറസ്റ്റ് ചെയ്യാം. ഒലിവിയ ഡിവോഴ്സ്ഡ് ആണ്. സോ ഒലിവിയക്ക് ഈ ഒരു സണ്ണാണ് ആകെയുള്ള ഒരു എന്താ പറയാ ഒരു കൈത്താങ്ങ്. അപ്പോൾ പെട്ടെന്ന് അവളുടെ ആ ഒരു വേൾഡ് ഷാറ്റേർഡ് ആയ പോലെ അവൾക്ക് തോന്നും. ലൈക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കൊരു പിടുത്തമില്ല. അങ്ങനെ പിന്നെ ഉള്ളത്, പിന്നെ ഈ ബുക്കിൽ ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു മിസ്റ്ററിയാണ്. ലൈക്ക് ആസ് എ റീഡർ നമുക്കറിയില്ല എന്താ സംഭവിച്ചത്. നമുക്ക് അറിയില്ല ലൈക്ക് ഈ മകന് ശരിക്കും ജെന്യൂൻ ആണോ, ലൈക്ക് അവനൊന്നും ചെയ്തിട്ടില്ലേന്ന് അറിയില്ല, അവനാണോ ചെയ്തതെന്ന് അറിയില്ല. അവൻ ചെയ്തിട്ടില്ലെങ്കിലും ഇനി അറ്റ് ദ എൻഡ് കോടതിയിൽ അത് തെളിയിക്കാൻ പറ്റില്ലേന്നും അറിയില്ല. ലൈക്ക് ആ ഒരു മിസ്റ്ററി ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്കത് അറിയാൻ ക്യൂരിയോസിറ്റി, ലൈക്ക് എന്താണ് ലാസ്റ്റ് സംഭവിക്കുക, എങ്ങനെയാണ് ഇത് മർഡർ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ലൈക്ക് ആ ഒരു മദർ സൺ ബോണ്ടിങ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അവനൊരു ടീനേജറാണ്. സോ അവന്റെ ഫാദർ ഒരു അബ്യൂസീവ് ആയിരുന്നു. അതുകൊണ്ടാണ് അവൾ ഡിവോഴ്സ് ആയത്. സോ ആ ഒരു സണ്ണിനും ആ ഒരു ഫാദറിന്റെ കുറച്ച് ബിഹേവിയർ ഒക്കെ ഉണ്ട്. സോ ഈവൻ അവൾക്കും എന്താ പറയുക ചില സമയങ്ങളിൽ അവൾ ബ്രേക്ക് ആവും. ലൈക്ക് ഇവന് അവളെ ഗേൾ ഫ്രണ്ടിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഡെസ്പറേഷൻ, ഒരു മദറിന്റെ ഡെസ്പറേഷൻ ഒക്കെ ഒരുപാടുണ്ട്. ലൈക്ക് ഇറ്റ് വാസ് സോ മൂവിങ് ഫോർ മീ പേഴ്സണലി. എനിക്ക് ഭയങ്കരമായിട്ട് ആസ് എ മദർ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റി. സോ ഇറ്റ്സ് എ 4.2 star read. I really enjoyed it. The last but the least is my 4.5 star read. ഈ ബുക്കിനെ പറ്റി എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബട്ട് യു ഷുഡ് ട്രൈ ദിസ് വൺ. നിങ്ങൾ ആടുജീവിതം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു സർവൈവൽ മൊമെന്റ്, അവരുടെ ആ ഒരു മരുഭൂമിയിലുള്ള സർവൈവൽ മൊമെന്റ് ആണെങ്കിൽ ദെൻ യു മൈറ്റ് എൻജോയ് ദിസ് വൺ. സോ ഇതിലെ ചില മൊമെന്റ്സ് ഒക്കെ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഉറപ്പാണ് ഇത് വായിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടാവുള്ളൂ ഈ ബുക്കിനെ പറ്റിയിട്ട്. ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ മൈൻഡിലുണ്ടാവും. ബട്ട് അതിനൊന്നിനും നമുക്ക് ആൻസർ കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു സത്യം. വായിച്ചിട്ട് നമുക്കിതിലൊരു സത്യം നമുക്ക് കിട്ടുന്നില്ലെങ്കിലും വായിക്കുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതിലെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ ക്യാരക്ടറിന് ഒരു പേരില്ല. അതുപോലെ തന്നെ അവളുടെ ഏജും അവൾക്ക് അറിയില്ല. സോ അവള് ഒരു കേജിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ കേജിൽ ഒരു പ്രിസൺ പോലെ 40 പെണ്ണുങ്ങളാണ് ആ ഒരു കേജിൽ അകപ്പെട്ടിരിക്കുന്നത്. അതിലെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. സോ മെയിൻ ക്യാരക്ടറാണ് അതിലെ ഏറ്റവും യങ്ങസ്റ്റ്. ബാക്കി എല്ലാവരും ലൈക്ക് മിഡിൽ ഏജ്ഡ് ആണ്, ലൈക്ക് 50s to 60s. അപ്പം അവരൊക്കെ നോർമൽ ലൈഫ് എന്താണെന്ന് അവർക്ക് അറിയാം. ബട്ട് ഈ മെയിൻ ക്യാരക്ടർ ചെറുതായപ്പോൾ തൊട്ടേ ആ ഒരു കേജിലാണ്. ഇപ്പോൾ അവളുടെ ഏജ് ആർക്കും അറിയില്ല. ബട്ട് അവളെ കണ്ടിട്ട് അവളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ട് എല്ലാവരും അവളെ ഒരു ടീനേജർ, ലൈക്ക് 15 മുതൽ 18 വരെയുള്ള ഏജിന്റെ ഇടയിലായിരിക്കും എന്നാണ് അവരുടെ ഒരു അസംഷൻ. സോ അങ്ങനെയാണെങ്കിൽ അത്രയും വർഷമായി അവരെ ഈ ഒരു സെല്ലിലിട്ട് പൂട്ടിയിട്ട്, ഈ സെല്ലിന് പുറത്ത് 3 ഗാർഡ്സ് എപ്പോഴും ഇവരെ 24/7 മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗാർഡ്സ് ഇവർക്ക് സമയമാവുമ്പോൾ ഇവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. അതും എന്താ പറയുക, നല്ല ലക്ഷറി ഭക്ഷണമൊന്നുമല്ല, ലൈക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായത് മാത്രം. പിന്നെ ഇവർക്ക് ക്ലോത്ത്സ് ഇല്ല, ബട്ട് വൺസ് ഇൻ എ വൈൽ ഇവർക്ക് തുണി കൊടുക്കും. അപ്പോൾ ഇവരെങ്ങനെങ്കിലും ഇത് തുന്നിയിട്ടൊക്കെയാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. ഒരു ടോയ്ലറ്റ് എന്ന് പറയാൻ അതിന് മറയൊന്നുമില്ല, ബട്ട് അതിങ്ങനെ ആ സെല്ലിന്റെ നടുവിലായിട്ടുണ്ട്. സോ ഇവർക്ക് ആ ഒരു പ്രൈവസി ഒന്നുമില്ല. മെയിൻ ക്യാരക്ടർ ചെറുപ്പം തൊട്ടേ അവിടെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതൊന്നും ബോധർ ചെയ്യുന്നില്ല. കാരണം അവൾക്ക് അത് ശീലിച്ചു പോയി. ബാക്കിയുള്ളവർക്ക് നോർമൽ ലൈഫിനെ പറ്റിയിട്ട് കുറച്ചൊരു ധാരണ ഉണ്ട്. കാരണം അവർ ആ നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ ഇവിടെ ട്രാപ്ഡ് ആയത്. ബാക്കിയുള്ളവരുടെ ഒക്കെ ഹോപ്പ് നഷ്ടപ്പെട്ടു, ലൈക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും എന്നുള്ള. ബട്ട് മെയിൻ ക്യാരക്ടറിൽ ആ ഒരു ടീനേജർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജം ഉണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, സർവൈവ് ചെയ്യണം എന്നുള്ള ഒരു ഹോപ്പ് അവളുടെ ഉള്ളിലുണ്ട്. ആസ് എ ഒരു മെയിൻ നറേറ്റർ ആയിട്ട് ഷീസ് എ ഫ്രഷ് ബ്രീത്ത് ഓഫ് എയർ എന്നൊക്കെ പറയാം. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇതൊരു ട്രാൻസ്ലേറ്റഡ് ബുക്കാണ്, ലൈക്ക് അറൌണ്ട് 200 pages ഉള്ളൂ. ഇറ്റ് വാസ് സോ മച്ച് ഇൻസ്പയറിംഗ് ഫോർ മീ. ഒരു മെയിൻ നറേറ്ററിന്റെ
ത്രൂ ഉള്ള ഒരു അവളുടെ ഹെഡിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, പിന്നെ എത്രത്തോളം മെൻ്റലി എഫക്റ്റഡ് ആവാം ഈ ക്യാരക്ടേഴ്സ്. കാരണം ഇങ്ങനൊരു സെല്ലിൽ ഇത്രയും കാലം ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഒരുപാട് ബാധിക്കും. അൺടിൽ ദ എൻഡ് അൺപുട്ട് ഡൗണബിൾ ആണ്. നമുക്ക് ആ ക്യൂരിയോസിറ്റി അങ്ങനെ എന്താ സംഭവിക്കുക, ഇവർ രക്ഷപ്പെടുമോ എന്നൊക്കെ അറിയാൻ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. സോ എനിക്ക് ഇത് നിങ്ങളെങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് വായിക്കാൻ, ബട്ട് യു ഷുഡ് ട്രൈ ദിസ് വൺ. ആ ഒരു വായിക്കുമ്പോൾ ആ ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. highly 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 recommend this book, so please read this and let me know your thoughts in the comments. ഇതൊക്കെയാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് വായിച്ച ബുക്സ്. സോ നിങ്ങൾക്ക് എൻ്റെ ബുക്കിഷ് കോണ്ടൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കലി എന്തെങ്കിലും റിവ്യൂസ് വേണം, റെക്കമെൻഡേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ദം ഡൗൺ ബിലോ. I will be glad to check it out. So I will see you with another video. Till then, bye bye and take care.